എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭത്തിൽ ഇതുവരെയായിട്ടും ഏകദേശം 600 പേരാണ് കൊല്ലപ്പെട്ടത്. അതായത് അയാത്തുള്ള ഖമേനി സർക്കാരിനെതിരെ അവിടുത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് യുവാക്കൾ തെരുവിലിറങ്ങിയിട്ട് വലിയ രീതിയിൽ പ്രക്ഷോഭം എന്തിനാണെന്ന് വെച്ചാൽ അവിടെ ഭരണകൂടം സമസ്ത മേഖലയിലും അരാജകത്വമാണ്. അവിടെ ജോലിയില്ല, ഭക്ഷണത്തിന് 300 ഇരട്ടി ഇതൊക്കെ എക്സ്ട്രാ പൈസ അവിടെ കൊടുക്കേണ്ട അവസ്ഥ വരുന്നു. അപ്പോൾ എല്ലാ മേഖലയിലും തകർന്ന് തരിപ്പണമാക്കിയിരിക്കുകയാണ് അയാത്തുള്ള ഖമേനി. അതായത് മതം എന്ന രീതിയിൽ മാത്രമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കലാപം അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഈ യുവാക്കൾ തെരുവിൽ ഇങ്ങനെ സമരം ചെയ്യുമ്പോൾ അയാത്തുള്ള ഖമേനി ഭരണകൂടം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇന്റർനെറ്റ് വിക്ഷേപിച്ചു. അപ്പോൾ അത് എവിടെയും ചെയ്യുന്നതാണ്. ഒരു കലാപം സ്പ്രെഡ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യുന്നത് ഇന്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിക്കുക എന്നാണ്. അപ്പോൾ ആ ഒരു നടപടി തന്നെയാണ് അയാത്തുള്ള ഖമേനി ഇവിടെയും ചെയ്തത്. പക്ഷേ ഇവിടെ എന്നിട്ടും കലാപം അടിച്ചമർത്താൻ പറ്റിയില്ല. എല്ലാവർക്കും ഇന്റർനെറ്റ് ഉപയോഗം ഇപ്പോഴും പഴയ രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അവിടെ എന്താണ് കാരണം എന്ന് വെച്ചാൽ ഈ ഇലോൺ മസ്കിന്റെ സ്റ്റാർ ലിങ്ക് വഴി അവിടുത്തെ ടെലികോം പ്രൊവൈഡേഴ്സൊക്കെ ഇന്റർനെറ്റ് എല്ലാവർക്കും കൊടുത്തു. അത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതിനെ തുടർന്ന് കലാപങ്ങൾ വലിയ രീതിയിൽ ആളിക്കത്തുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ എന്ത് ചെയ്ത് റഷ്യ എന്താണ് ഇവിടെയാണ് കളി മാറിയത്. റഷ്യയും ചൈനയും ഇറങ്ങിയിട്ട് ഈ ഇലോൺ മസ്കിന്റെ സ്റ്റാർ ലിങ്ക് അവരുടെ ജാമർ M5 M16 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജാമർ ഉപയോഗിച്ചിട്ട്, റഷ്യയുടെയും ചൈനയുടെയൊക്കെ ജാമർ ഉപയോഗിച്ചിട്ട് ഈ ഇലോൺ മസ്കിന്റെ സ്റ്റാർ ലിങ്കിന്റെ പ്രവർത്തനം മൊത്തത്തിൽ അങ്ങ് താറുമാക്കിയെന്ന് വെച്ചാൽ ഫുള്ള് ജാമാക്കി. ഏകദേശം മധ്യേഷ്യയിലും ആ ഏരിയയിലൊക്കെ ഇലോൺ മസ്കിന് ഇത് പ്രവർത്തിക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇറാനിൽ ശരിക്കും ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇറാനിൽ റഷ്യയും ചൈനയും പരോക്ഷമായിട്ട് ഇറങ്ങി എന്ന് തന്നെ വേണം പറയാം. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം, അതായത് ഇന്ന് രാവിലെ ഒരുപാട് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ F-35 F-16 എന്നൊക്കെ പറയുന്ന യുദ്ധവിമാനങ്ങൾ ഖത്തറിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതായത് ഇറാൻ്റെ അയൽ രാജ്യമാണ് ഈ ഖത്തർ. അപ്പോൾ ഖത്തറിനെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഖത്തർ എന്ന് വെച്ചാൽ നമ്മുടെ മുംബൈയിലെ മഹാരാഷ്ട്രയിലെ പൂനെ സിറ്റിയുടെ അത്തരം വലിപ്പമുള്ള ഒരു രാജ്യമാണ് ഈ ഖത്തർ. ഈ ഖത്തറിന് എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് സേനയോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഒരു ചെറിയ തട്ടിക്കൂട്ട് സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. അവരുടെ ബലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അമേരിക്കക്ക് എയർ ബേസ് ഉണ്ട്, എന്താ പറയുക, ഒരു സൈനിക താവളമുണ്ട്. അമേരിക്കയുടെ ഒരു സൈനികരുടെ നിയന്ത്രണത്തിലാണ് ഖത്തർ ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് അമേരിക്കയുടെ വലിയ സൈനിക ഇതൊക്കെ വന്നിട്ട് വിമാനങ്ങളൊക്കെ വന്നിട്ട് അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഏത് നിമിഷവും ഈ അമേരിക്ക ഇവിടെ കയറി അടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് അടിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇറാനിലൊരു പ്രക്ഷോഭത്തിൽ അമേരിക്കക്ക് ഒരിക്കലും ഡയറക്റ്റ് ഈ നമ്മുടെ വെനിസ്വേലയിലൊക്കെ ചെയ്ത മാതിരിയുള്ള ഒരു പ്രവർത്തനം അമേരിക്കക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അമേരിക്ക ഇപ്പം നമ്മുടെ ബംഗ്ലാദേശിലും നേപ്പാളിലും ഇവിടെയൊക്കെ ശ്രീലങ്കയിലൊക്കെ വലിയ രീതിയിൽ കലാപം ഉണ്ടാക്കി അവിടെ അമേരിക്കക്ക് താല്പര്യമുള്ള ഒരു ഭരണകൂടത്തെ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. അത്തരത്തിലൊരു കാര്യം ഇവിടെ ഇറാനിൽ നടക്കാനുള്ള സാധ്യതയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയായിട്ടും അവിടെ വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 98 നടന്നു, 2000 നടന്നു, 2010 നടന്നു. അപ്പോൾ അവിടെയൊക്കെ ഏകദേശം 1000-1500ഓളം പേരൊക്കെ ആ സമയത്തൊക്കെ കൊല്ലപ്പെട്ടിരുന്നു ഓരോ കൊല്ലമായിട്ട്. ഇപ്പോൾ ഏകദേശം 600 പേരാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും ഒരു മുഖമില്ല, ഒരു കോമൺ ഫേസ് ഇല്ല. കുറേ ആൾക്കാർ ചേർന്ന് തെരുവിലിറങ്ങുന്നു, പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു എന്നല്ല ഈ അയത്തുള്ള ഖമേനിയെ ഒന്നും അവിടെ രോമത്തിൽ തൊടാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഇറാൻ്റെ സൈനികരും കമാൻഡോസും ഈ രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ ഈ അയത്തുള്ള ഖമേനിയുടെ കൂടെയാണ്. അതായത് ഈ ബംഗ്ലാദേശിൽ എന്താ സംഭവിച്ചത്, അവിടെ വലിയ രീതിയിലുള്ള ജൻസി കലാപം ഒന്നുമല്ല. ഇവിടുത്തെ ഈ സുഡാപ്പി ആൾക്കാരുണ്ടല്ലോ, മലരന്മാരുണ്ടല്ലോ, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആൾക്കാരൊക്കെ, അവരാണ് അവിടെ സമരം ചെയ്ത്. അതിൽ ജൻസി കലാപം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവർ കലാപം ചെയ്യുമ്പോൾ അവിടുത്തെ സൈനികരും പോലീസും ഒക്കെ ഈ കലാപകാരികളുടെ കൂടെയായിരുന്നു. പക്ഷേ നേരെ മറിച്ച് ഇറാനിൽ വ്യത്യസ്തമാണ്, സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ്. ഇറാനിൽ ഇത്രയും കലാപം ഉണ്ടായിട്ടും എന്താ പറയുക, അയത്തുള്ള ഖമേനിയെ തൊടാൻ പറ്റാത്തതിൻ്റെ കാരണം ഈ സൈന്യമായാലും ഈ ഇൻ്റലിജൻസ് ഏജൻസി ആയാലും അവരുടെ കമാൻഡോസ് ആയാലും അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇവർ കലാപകാരികൾക്കെതിരെയാണ്, അയത്തുള്ള ഖമേനിയുടെ കൂടെയാണ്. അപ്പോൾ ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ ശമ്പളം കൊടുത്തും വലിയ രീതിയിലുള്ള സുഖസൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കൂടെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവരൊരിക്കലും ഇത്തരം ആൾക്കാർ സൈന്യത്തിലുള്ളവരായാലും കമാൻഡോസ് ആയാലും ഒരിക്കലും അവിടെ വേറെ ഭരണകൂടം വരുന്നതിന് താല്പര്യപ്പെടില്ല. കാരണം എന്ന് വെച്ചാൽ അവരുടെ സുഖസൗകര്യങ്ങളൊക്കെ പോകും. പിന്നീട് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയത്തുള്ള ഖമേനി പോയിട്ട് വേറെ ഭരണകൂടം അവിടെ വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേറെ മാഫിയ സംഘങ്ങളാവും, വലിയ ഗുണ്ടാ ടീം, അങ്ങനെയുള്ള സെറ്റപ്പിലോട്ട് കാര്യങ്ങൾ പോകും. അതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതൊന്നും നഷ്ടപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരം ആൾക്കാരൊക്കെ ഓൾവേസ് ഈ അയത്തുള്ള ഖമേനിയുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് അമേരിക്കക്ക് എന്താ പറയേണ്ടത്, അവിടെ ഭരണം പിടിച്ചെടുത്ത് അമേരിക്കയുടെ താല്പര്യത്തെ എന്താ പറയേണ്ടത് സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണകൂടത്തെ അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ഇപ്പോൾ അമേരിക്ക അത് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറാനിൽ കയറി കുറേ ബോംബിടുക, അത്രേ ഇപ്പോൾ അമേരിക്കക്കാരെ കൊണ്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എന്തായാലും ഇറാൻ തിരിച്ചങ്ങോട്ട് ആക്രമിക്കാനുള്ള സാധ്യതയില്ല. ഇവിടെ ഉയരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇൻ കേസ് ഖത്തറിൻ്റെ മണ്ണിലിരുന്ന് അമേരിക്ക
ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാനും ആക്രമിക്കുന്നത് ഖത്തറിനായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നം കൂടെ അവിടെ ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഈ ഖത്തർ എന്ന് പറയുന്ന രാജ്യം പൂനെ സിറ്റിയുടെ അത്ര മാത്രമേ വലിപ്പുള്ളൂ. എവിടെ ബോംബ് കൊണ്ടിട്ടാലും വലിയ ഡാമേജ് ഉണ്ടാവും, വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടാകും. അതുകൊണ്ട് ഖത്തർ ഇത്തരത്തിലുള്ള എന്താ പറയുക, ഖത്തറിൻ്റെ അനുമതിയോടുകൂടി അമേരിക്ക ചെയ്യുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തുതന്നെയായാലും റഷ്യ ഇറങ്ങിയ സ്ഥിതിക്ക്, റഷ്യയും ചൈനയും ഇറങ്ങിയ സ്ഥിതിക്ക് ഇന്ത്യക്കും ഇതിലൊരു എന്തെങ്കിലും ഒരു കാര്യം പറയേണ്ടി വരും, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും മെൻഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രൂഷ്യൽ പ്ലെയറാണ്. ഇപ്പം ജിയോ പൊളിറ്റിക്സ് നോക്കുന്നവർക്ക് മനസ്സിലാവും. അമേരിക്ക, ഇസ്രായേൽ, ഇന്ത്യ, റഷ്യ, ചൈന, ഇവരൊക്കെയാണ് മെയിൻ പ്ലേയേഴ്സ് ഇവരൊക്കെയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു നിലപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് ഇവരുടെ കൂടെ തന്നെയാണ്. അതായത് ഇന്ത്യ ഇസ്രായേലിൻ്റെ കൂടെയും ഇറാൻ്റെ കൂടെയും അങ്ങനെ ഒരു ഡിപ്ലോമസി ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഈ വിഷയത്തിൽ ഇന്ത്യയുടെ താല്പര്യം അറിയാൻ എന്താ പറയുക, എല്ലാവരും ആകാംക്ഷയോടെ കൂടി കാത്തിരിക്കുന്നുണ്ട്. കുറച്ച് നാൾ മുന്നേ തന്നെ ഇറാൻ ഭരണകൂടവും ഇറാൻ ഫോഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യ ഇടപെടണം. അതായത് ഇസ്രായേലിൽ കയറി അടിച്ചില്ലേ ഇവർ, ഇറാൻ അടിച്ചില്ലേ, അല്ല ഇസ്രായേൽ ഇറാനിൽ കയറി അടിച്ചില്ലേ. ആ സമയത്തൊക്കെ ഇറാൻ ഭരണകൂടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യ ഇടപെട്ടിട്ട് ഇതിന് എന്താ പറയുക ഒരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണം. അതായത് ഇന്ത്യയുടെ ക്ലോസ് ഫ്രണ്ടാണല്ലോ ഇസ്രായേൽ. അപ്പോൾ ഇന്ത്യ പറഞ്ഞാൽ കേൾക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ഇറാനും അറിയാം ഇന്ത്യ ഒരു ക്രൂഷ്യൽ പ്ലെയറാണ്. അതായത് ഈ സൗത്ത് ഏഷ്യയിലും ഇതിലൊക്കെ സമാധാനം കൊണ്ടുവരാൻ ഇന്ത്യ ഒരു ക്രൂഷ്യൽ പ്ലെയറാണെന്ന് ഇറാനും നന്നായിട്ട് അറിയാം. അപ്പോൾ ഇന്ത്യയുടെ സഹായം കൂടെ അവർ തേടിയിട്ടുണ്ട്. അതായത് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ എന്തിനായാലും ഇപ്പോൾ പുറത്തു വരുന്ന ഇന്ത്യയുടെ ഇതിൽ ഈ ഒരു നിലപാട്, ഇന്ത്യ എന്ത് നിലപാടെടുക്കുന്നു വളരെ എന്താ പറയുക, വളരെ നിർണായകമായി എല്ലാ രാജ്യങ്ങളും നോക്കി കാണുകയാണ്. നേരത്തെ പറഞ്ഞാൽ എല്ലാവരും ഒരു ഡിപ്ലോമസിയിൽ കൊണ്ടുപോകുന്ന രാജ്യം ആയതുകൊണ്ട്. അപ്പോൾ എന്തിനായാലും ഈ അമേരിക്ക ആഗ്രഹിക്കുന്ന മാതിരിയുള്ള ഒരു ഭരണമാറ്റം എന്തായാലും അവിടെ നടക്കാൻ പോകുന്നില്ല. പക്ഷേ അവിടുത്തെ യുവാക്കൾക്ക്, അവിടുത്തെ പ്രക്ഷോഭകാരികൾക്ക് ഇങ്ങനെ അവിടുത്തെ ഭരണത്തെ അട്ടിമറിച്ച് ഇടാനുള്ള കഴിവുമില്ല. പക്ഷേ എന്ത് തന്നെയാലും അവിടുന്ന് പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഇറാൻ ഒരു എക്സ് മുസ്ലിം രാഷ്ട്രമാകാൻ പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ്. അതായത് യുവാക്കൾ, ഇറാനിലെ പെൺകുട്ടികളും ഇവരൊക്കെ അത് ഈ അയത്തുള്ള ഖമേനിയുടെ ചിത്രം കത്തിച്ചിട്ട് ഇങ്ങനെ സിഗരറ്റൊക്കെ വലിക്കുന്ന ഫോട്ടോസൊക്കെ വലിയ രീതിയിൽ വേൾഡ് വൈഡ് ഭയങ്കര ട്രെൻഡിങ് ആയൊരു സംഭവമാണ്. അപ്പോൾ അവരത്രയും മാറ്റം ആഗ്രഹിക്കുന്നു. അതായത് അവർ മതപരമായിട്ട്, മത പോലീസ് ഉണ്ട് അവിടെ. എത്ര പേരാണ് ഹിജാബും ഇതൊന്നും ഇടാതെ നടക്കുന്ന ആൾക്കാരെ, പെൺകുട്ടികളൊക്കെ പിടിച്ചു പോയി കൊല്ലുക. അതായത് ഒരു ശരിയായ നിയമം അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആ ഒരു ഇതിലായിരുന്നു അവിടെ. ഓൾറെഡി അവിടെ അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഫ്രീഡം വേണം. അത് തന്നെയാണ് മെയിനായിട്ട് അവരിപ്പം പ്രക്ഷോഭകാരികളൊക്കെ ഇങ്ങനെ അവിടെ തെരുവിലിറങ്ങിയിട്ട് വലിയ രീതിയിലുള്ള സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് റഷ്യ ഇറങ്ങിയപ്പോൾ കളി മാറി. ഇനിയിപ്പോൾ അമേരിക്കക്ക് പെട്ടെന്ന് കയറി വരടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമേരിക്കയും റഷ്യയും പരസ്പരം പോരടിച്ചു കഴിഞ്ഞാൽ ആര് ജയിക്കും എന്നും അവിടെ ഒരു ഉത്തരമില്ല. കാരണം രണ്ടുപേരും തോൽക്കും. രണ്ട് പേരെടുത്തും, അതായത് അമേരിക്കയെക്കാട്ടും ലോകത്തിൽ ഇതുവരെ കാണാത്ത അത്രയും വെപ്പൺസ്, അതായത് ഒരു രാജ്യങ്ങൾക്ക് പോലും വിൽക്കാത്ത അത്രയും മാരകശേഷിയുള്ള ആയുധങ്ങൾ ഇപ്പോഴും റഷ്യയുടെ പക്കലുണ്ട്. ഇതുവരെ അവർ പുറത്തെടുത്തിട്ടില്ല. അതായത് ചിലപ്പോൾ അത് പുറത്തെടുക്കുന്നത് ചിലപ്പോൾ 2030 2035 ആയിരിക്കും പുറത്തെടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മാരക ആയുധങ്ങൾ ഇപ്പോഴും റഷ്യയുടെ പക്കലുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്, അമേരിക്കയും ഇവർ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ ഒരാളും ജയിക്കില്ല, രണ്ടാളും തോൽക്കുകയും ചെയ്യാം. രണ്ടാൾക്കും മാസീവായിട്ടുള്ള ലോസ് ഉണ്ടാവും, ഡിസ്ട്രക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് എന്താ പറയുക, ന്യൂയോർക്ക്, ലോസ് ഏഞ്ചൽസ്, അങ്ങനെ മിയാമി, ഇങ്ങനെയുള്ള കുറേ വലിയ വലിയ ടൗൺഷിപ്പുകളാണ് അമേരിക്കയുള്ളത്. അവിടെ റഷ്യ എന്നൊക്കെ മിസൈൽസും ബാലിസ്റ്റിക് മിസൈലും അങ്ങനെയുള്ള വളരെ ഡിസ്ട്രക്റ്റീവായ സംഭവങ്ങളൊക്കെ വിക്ഷേപിച്ച് കഴിഞ്ഞാൽ അവിടെ അമേരിക്ക തരിപ്പണം. അതേപോലെ നേരെ മറിച്ച് ഇങ്ങോട്ട് പീറ്റേഴ്സ്ബർഗിൽ, മോസ്കോയിലൊക്കെ അമേരിക്കയിൽ നിന്ന് വിട്ട് കഴിഞ്ഞാലും പണി പാളും. അപ്പോൾ എന്തായാലും ഇവർ തമ്മിൽ ഒരു സ്റ്റാൻഡ് ഓഫിന് നിൽക്കാൻ സാധ്യതയില്ല. അപ്പോൾ റഷ്യയുടെ ഇടപെടലുകൾ, ഇറാനിൽ നടത്തിയ ഇടപെടലുകൾ അമേരിക്കക്ക് ഇറാനെ നേരിട്ട് ആക്രമിക്കാൻ അവർക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് നൈസായിട്ട് പിന്തിരിയാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പിന്നീട് ഇവർ തമ്മിലാവും ക്ലാഷ്. അപ്പോൾ എന്തിനായാലും ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ഇതിന് ഒഫീഷ്യലായിട്ട് ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തായാലും അമേരിക്ക ആക്രമിക്കുമെന്ന് മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും റഷ്യയുടെ ഈ ഇടപെടലുകൾ കൊണ്ട് അവർ അതിൽ നിന്ന് പിന്തിരിയാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും അമേരിക്ക സ്റ്റാർലിങ്ങിനെ ഉപയോഗിച്ച് അവിടെ കലാപം കത്തിക്കാൻ ശ്രമിച്ചു. അത് റഷ്യ ഇടപെട്ടിട്ട്, റഷ്യയും ചൈനയും ഒക്കെ ഇടപെട്ടിട്ട് അത് അമ്പയെ തകർത്തു എന്ന് വേണം പറയാൻ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകളൊക്കെ വരും ദിവസങ്ങൾ പുറത്തു വരും. നമുക്ക് അതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.